നമസ്കാരം. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം അതീവ നിർണായക ഘട്ടത്തിലേക്ക്. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ED ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. റെയ്ഡിൽ പിടിച്ചെടുത്ത നിർണായക ഡിജിറ്റൽ തെളിവുകളെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED സമൻസ് നൽകുക. കേരളത്തിൽ ചോദ്യം ചെയ്യൽ നടത്തിയാൽ ഉണ്ടായേക്കാവുന്ന വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് വീണയെ ബാംഗ്ലൂരിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുവാനുമാണ് EDയുടെ നീക്കം. ഇതിനിടെ ED അന്വേഷണത്തിനെതിരെ CMRL കമ്പനിയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. CMRL എക്സാലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വീണ വിജയനെ ലക്ഷ്യമിട്ടാണ് ED വലയൊരുക്കുന്നത്. കേസിലെ പ്രധാന കണ്ണിയായ വീണയ്ക്കൊപ്പം CMRL കമ്പനി MD SN ശശിധരൻ കർത്ത, മകൻ ശരൺ S കർത്ത, കമ്പനിയിലെ സാമ്പത്തിക IT വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് EDയുടെ ആലോചന. മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്തുവാനും റെയ്ഡിൽ ലഭിക്കാതിരുന്ന ഡിജിറ്റൽ ലോക്കറുകളുടെ പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനുമാണ് ഇവർക്ക് ഒന്നിച്ച് സമൻസ് അയക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിന് പിന്നാലെ 242 ബാങ്ക് അക്കൗണ്ടുകളിലായി 12.36 കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് ED മരവിപ്പിച്ചത്. ഇതിൽ CMRL ഉന്നതരുടെ അക്കൗണ്ടുകൾക്കൊപ്പം വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടുന്നുവെന്നതാണ് ED വൃത്തങ്ങൾ നൽകുന്ന വലിയ സൂചന. വീണയുടെ ബംഗളൂരുവിലെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുടെ അക്കൗണ്ടുകളും EDയുടെ കർശന നിരീക്ഷണത്തിൽ തന്നെയാണ്. റെയ്ഡിൽ പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോണും ശശിധരൻ കർത്തായുടെ ലാപ്ടോപ്പും നിലവിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് CMRL കമ്പനിയിൽ 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തുന്നത്. ഇതിൽ വലിയൊരു പങ്ക് എക്സാലോജിക്കിന്റെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയതായാണ് ED വിലയിരുത്തുന്നത്. യാതൊരുവിധ IT സേവനങ്ങളിലും നൽകാതെ 2.78 കോടി രൂപ എക്സാലോജിക്കിന് വ്യാജ പേയ്മെന്റായി നൽകിയതിനൊപ്പം ശശിധരൻ കർത്തായുടെ നിയന്ത്രണത്തിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ എന്ന കമ്പനി വഴി നിയമങ്ങൾ കാറ്റിൽ പറത്തി 50 ലക്ഷം രൂപ വായ്പ നൽകിയതായും ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം എങ്ങോട്ടൊക്കെയാണ് പോയതെന്നാണ് ED ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതിനിടെ ED അന്വേഷണത്തിനെതിരെ കരിമണൽ കമ്പനിയായ CMRL ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് കമ്പനി അപ്പീൽ നൽകിയത്. ED അന്വേഷണം പൂർണ്ണമായി തടയണമെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. PMLA കേസ് രജിസ്റ്റർ ചെയ്യാൻ FIR ആവശ്യമുള്ള സിംഗിൾ ബെഞ്ച് വിലയിരുത്തൽ തെറ്റാണെന്നും ED സമർപ്പിച്ച അധിക സത്യവാങ്മൂലത്തിലെ വസ്തുതകൾ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ തങ്ങൾ നിഷേധിച്ചുവെന്നും അപ്പീലിൽ കമ്പനി വാദിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ചയാണ് ഈ അപ്പീൽ പരിഗണിക്കുക. മറുഭാഗത്ത് തിരുവനന്തപുരത്ത് റെയ്ഡിന് പിന്നാലെ ഉണ്ടായ കനത്ത ആക്രമണത്തിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. അന്വേഷണം അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ പ്രേരിത ശ്രമമാണ് നടക്കുന്നത്. ED ഉദ്യോഗസ്ഥരുടെ കാറുകൾ തകർക്കുകയും ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും CRPF ജവാന്മാർ കടുത്ത സംയമനം പാലിച്ചതിനാലാണ് ക്രമസമാധാന നില പൂർണ്ണമായി തകരാതിരുന്നത്. ED നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലും പോലീസുകാരന് പരിക്കേറ്റ സംഭവത്തിലും 2 പ്രത്യേക കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകളും പൊതുമുതൽ നശിപ്പിച്ചതിന് 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാര കുറ്റവും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ED നീക്കം യഥാർത്ഥത്തിൽ പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ളതെന്നാണ് ഇടതു മുന്നണിയുടെ വിലയിരുത്തൽ. വീണയെ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കുവാൻ CPM പാർട്ടിയും അണികളെയും പരമാവധി ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പിണറായി വിജയൻ നിലവിൽ നിയമവിദഗ്ധരുമായി അടിയന്തര ചർച്ചകൾ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്ഫോടനാത്മകമായ സംഭവ വികാസങ്ങൾക്കായിരിക്കാം ഈ കേസ് വഴി തുറക്കുക. കേരളം ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള അതീവ രഹസ്യമായ നീക്കങ്ങളാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ തലസ്ഥാനത്ത് നടത്തുന്നത്. പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും ഓരോ നീക്കങ്ങളും കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. ED സമൻസ് അയക്കുന്നതിന് മുന്നോടിയായി എങ്ങനെയൊക്കെ നിയമപരമായ പ്രതിരോധം തീർക്കാമെന്നതിനെ കുറിച്ച് പിണറായി വിജയൻ രാജ്യത്തെ പ്രമുഖ നിയമവിദഗ്ധരുമായി ദില്ലി കേന്ദ്രീകരിച്ച് നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്നാൽ മറ്റൊരു പ്രധാന ചോദ്യം CMRL കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പങ്കിനെ കുറിച്ചാണ്. കരിമണൽ കമ്പനിയിലെ ആദായ നികുതി പരിശോധനാ വേളയിൽ കണ്ടെത്തിയ ഡയറിയിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നിരവധി പ്രമുഖ നേതാക്കളുടെ പേരുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ED വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രകാരം ഈ ഘട്ടത്തിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം ഇപ്പോൾ നീളില്ല. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും പൂർണ്ണമായി തെളിയിക്കുക
തട്ടിയെടുത്ത പണം ഏതൊക്കെ വഴിയിലൂടെ എങ്ങോട്ടേക്ക് പോയി എന്ന് കണ്ടെത്തുക എന്നതിന് മാത്രമാണ് ഇഡി ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ഈ ആദ്യഘട്ട അന്വേഷണം പൂർണ്ണമായി അവസാനിപ്പിച്ച ശേഷമേ ഡയറിയിലെ മറ്റു പേരുകളിലേക്ക് ഇഡി അടുത്ത ഘട്ടമായി കടക്കും. എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ കടുത്ത രാഷ്ട്രീയ ആരോപണങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു. പാർട്ടിയും അണികളെയും പരിചയാക്കി നിർത്തി സ്വന്തം കുടുംബത്തെ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷിക്കാനാണ് പിണറായി ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. വീണയെ ചോദ്യം ചെയ്യലിന് ശേഷം ഇഡി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സംസ്ഥാന വ്യാപകമായി കടുത്ത പ്രതിരോധവും ആക്രമണങ്ങളും അഴിച്ചുവിടാനാണ് CPM നീക്കമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെയും സൂചന. തിരുവനന്തപുരത്ത് റെയ്ഡിനിടെ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണം ഇതിന്റെ ഒരു ട്രെയിലർ മാത്രമാണെന്ന് ഇഡി കരുതുന്നുണ്ട്. അണികളെ തെരുവിലിറക്കി അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുവാൻ കേന്ദ്ര സുരക്ഷാ സേനയുടെ കൂടുതൽ കമ്പനികളെ കേരളത്തിലേക്ക് എത്തിക്കുവാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ തിങ്കളാഴ്ച CMRL നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോൾ കോടതി എടുക്കുന്ന നിലപാട് ഈ കേസിന്റെ ഭാവി നിശ്ചയിക്കും. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് തെറ്റാണെന്നും SFIO റിപ്പോർട്ട് അനാവശ്യമായി പരിഗണിച്ചുവെന്നുമാണ് കരിമണൽ കമ്പനിയുടെ വാദം. ഈ അപ്പീലിൽ കോടതി ഇഡി അന്വേഷണത്തിന് താൽക്കാലിക സ്റ്റേയെങ്കിലും അനുവദിച്ചില്ലെങ്കിൽ വീണ വിജയന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇഡി അതിവേഗം കടക്കുമെന്നത് ഉറപ്പാണ്. ഡിജിറ്റൽ തെളിവുകളുടെ ലാബ് റിപ്പോർട്ട് തിങ്കളാഴ്ചയ്ക്കകം ഇഡിക്ക് ലഭിക്കുമെന്നാണ് സൂചന. അങ്ങനെ വന്നാൽ വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കായിരിക്കും. CMRL എക്സാലോജിക് തട്ടിപ്പ് കേസിൽ തിങ്കളാഴ്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെത്തുന്ന അപ്പീലിൽ കരിമണൽ കമ്പനി ഉയർത്തുന്ന സാങ്കേതിക വാദങ്ങളുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഒരു വർഷത്തിലേറെയായി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ ഒടുവിൽ വന്ന വിധി വലിയ നിയമപരമായ ചട്ടലംഘനമെന്നാണ് കമ്പനിയുടെ പ്രധാന ആരോപണം. 2024 ഓഗസ്റ്റ് 7 തന്നെ ഈ കേസിൽ വിശദമായി വാദം കേട്ട് വിധി പറയാനായി മാറ്റിവെച്ചതെന്നാണ് CMRL അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഒരു വർഷത്തോളം വിധി പ്രസ്താവിക്കുന്നത് നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ 2026 മെയ് 26 സിംഗിൾ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത്. ഈ കാലതാമസം തങ്ങൾക്ക് വലിയ നിയമപരമായ ദോഷം ചെയ്തുവെന്നാണ് അപ്പീലിലെ വാദം. മാത്രമല്ല, കേസ് വിധി പറയാൻ മാറ്റിവെച്ചതിന് ശേഷം 2025 ഇഡി കോടതിയിൽ സമർപ്പിച്ച 3 അധിക സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് ജഡ്ജി വിധി പ്രസ്താവിക്കാൻ പ്രധാനമായി ആശ്രയിച്ചതെന്നും കമ്പനി ആരോപിക്കുന്നു. ഇഡി നൽകിയ ഈ രേഖകളിലെ വസ്തുതകളെ ചോദ്യം ചെയ്യാനോ അതിന് മറുപടി സത്യവാങ്മൂലം നൽകാനോ തങ്ങൾക്ക് കോടതി അവസരം നൽകിയില്ല. സ്വാഭാവിക നീതിയുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നതെന്നും അതിനാൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നുമാണ് ഡിവിഷൻ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് ഇഡി തങ്ങളുടെ അന്വേഷണ പരിധി വ്യാപിപ്പിക്കുന്നുവെന്ന നിർണായക വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. എക്സാലോജിക് കമ്പനിയുടെ വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് CMRL നിന്നോ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നോ പണം ഒഴുകിയിട്ടുണ്ടോ എന്ന് ഇഡി കൊച്ചി സോണൽ ഓഫീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിന് പുറമെ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ ലിസ്റ്റിൽ CPM നേതാക്കൾ മാത്രമല്ല ചില UDF നേതാക്കളും ഇടപെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നത് പ്രതിപക്ഷ ക്യാമ്പുകളിലും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വീണ വിജയനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പൂർത്തിയാകുമെങ്കിലും രണ്ടാം ഘട്ടത്തിൽ ഈ UDF നേതാക്കൾക്കെതിരെയും കടുത്ത നടപടികളിലേക്ക് ഇഡി കടക്കുമെന്നാണ് സൂചന.